നാളെ അന്തർദേശീയ യോഗ ദിനമാണ്. യോഗയുടെ മൂല്യങ്ങളെയും ഗുണങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആർട്ട് ഓഫ് ലിവിംഗ് യോഗ സ്റ്റേറ്റ് കോർഡിനേറ്റർ രാജഗോപാൽ കൃഷ്ണനാണ്. അദ്ദേഹം ഇന്ന് യോഗയെക്കുറിച്ചും അതിൻ്റെ ഒരു നമ്മുടെ നിത്യജീവിതത്തിൽ അത് എത്രത്തോളം പ്രാധാന്യമാണെന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. ശ്രീ രാജഗോപാൽ കൃഷ്ണൻ, സ്വാഗതം സൺറൈസ് കഫേയിലേക്ക്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കും ഒന്നിനും ഒരു സമയമില്ലാത്ത എല്ലാവരും തിരക്കിലാണ്. ഒരു കാര്യം ഒരു ഏകാഗ്രതയോടെ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സമയമെത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. സാഹചര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അങ്ങനെ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് വരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ യോഗയുടെ ഒരു പ്രസക്തി എന്താണ്? നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 100 വർഷം പിന്നോട്ട് നോക്കിയാൽ അന്ന് വോൾവോ ബസ് ഉണ്ടായിരുന്നില്ല, എയർ കണ്ടീഷൻ റൂമുകൾ ഉണ്ടായിരുന്നില്ല, ഇത്രയും ആധുനിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല, മിക്സി, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് പിരിമുറുക്കം കുറവായിരുന്നു, അന്ന് ആളുകൾക്ക് സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ടെക്നോളജി വർദ്ധിച്ച കാലഘട്ടത്തിൽ എല്ലാത്തിനും ഇപ്പോൾ നമ്മളിപ്പോൾ ടച്ച് ഫോണിൻ്റെ കാലഘട്ടമാണ്. സന്ദേശങ്ങൾ അയക്കാൻ വാട്സാപ്പ് പോലുള്ള ആധുനികമായിട്ടുള്ള രീതികൾ വന്നു കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ആളുകൾക്ക് പിരിമുറുക്കം കൂടി. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ കൂടുമ്പോൾ സാധാരണ പിരിമുറുക്കം കുറയല്ലേ വേണ്ടേ? അപ്പോൾ അന്നുള്ള ആളുകളെക്കാളും കൂടുതൽ സൗകര്യങ്ങൾ കൂടിയപ്പോൾ എന്തുകൊണ്ട് പിരിമുറുക്കം കൂടി? കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ 3 വിരലാണ് ഇപ്പോഴുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റാൽ ആ അടുക്കളയിലെ സ്വിച്ച് ഇട്ടാൽ, അത് രാവിലെ എഴുന്നേക്കുവാണെങ്കിൽ മാത്രമാണ് അതിന് സാധ്യതയുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ അടുക്കളയിലെ സ്വിച്ച് ഇടുക, പിന്നെ ഗ്യാസ് കുറ്റിയുടെ നോപ്പത്തിരിക്കുക, പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ, മിക്സി, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ നോക്കിയാൽ നമ്മൾ 3 പേരിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ, അതും ഇപ്പം മൗസ് ഉണ്ട്, ഫോണാണെങ്കിൽ ടച്ച് ഫോൺ. അപ്പോൾ നമ്മൾ വി ആർ ലിമിറ്റിംഗ് അവർ ബോഡി, നമ്മുടെ ശരീരത്തെ ഈ 3 വിരലുകളിലേക്ക് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് ബാക്കിയുള്ള ശരീരാവയവങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ യോഗ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ബഹുമാനിക്കലാണ് യോഗ. അപ്പോൾ എല്ലാ ശരീരഭാഗങ്ങളെയും കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കലാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ യോഗ ചെയ്യുമ്പോൾ ഇപ്പോൾ പലതരത്തിൽ യോഗയെക്കുറിച്ച് കേൾക്കാറുണ്ട്. ചിലത് മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് ചില യോഗ എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ചില വേദനകൾ അതില്ലായ്മ ചെയ്യാൻ യോഗ കൊണ്ട് കഴിയും. അങ്ങനെ പല തരത്തിലുള്ള ഒരു യോഗ നിലവിലില്ലേ? യോഗ പല മേഖലകളിൽ അതിൻ്റെ ഗുണങ്ങളുണ്ട്. പലപ്പോഴും യോഗയെ ആളുകൾ ശാരീരികമായിട്ടുള്ള ആ ഒരു ലെവലിലാണ് കാണുന്നത്. പക്ഷേ യോഗ നമ്മുടെ എല്ലാ തലങ്ങളിലൂടെയും അതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട്. യോഗയുടെ ഗുണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഒരു 7 തലങ്ങളുണ്ട്. ശരീരം, ശ്വാസം, മനസ്സ്, ബുദ്ധി, ഓർമ്മ, അഹം എന്ന ബോധം, ആത്മാവ്. ഈ 7 തലങ്ങളുടെ ആ ഒരു എന്താ പറയുക, യോഗ കൊണ്ട് ഈ 7 തലങ്ങളുടെ സന്തുലിതാവസ്ഥ അത് യോഗ കൊണ്ട് സാധിക്കും. അപ്പോൾ ശരീരത്തിന് ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ യോഗ ആസനങ്ങളിലൂടെ കിട്ടുന്നു. പ്രാണായാമങ്ങളിലൂടെ നമുക്ക് മനസ്സിനും എല്ലാ നമ്മുടെ ബുദ്ധി തീക്ഷ്ണത എല്ലാത്തിനും അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ധ്യാനം ശീലിക്കുന്നത് വഴി മാനസികമായിട്ടുള്ള ആ പിരിമുറുക്കങ്ങളെ നമുക്ക് വളരെ ഈസി ആയിട്ട് നേരിടാൻ സാധിക്കും. ഇപ്പം ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. ഈ യോഗയിൽ എനിക്ക് തോന്നുന്നു വളരെ നമുക്കത് പെട്ടെന്നൊരു എഫക്റ്റീവ് ആവുന്നത് ധ്യാനത്തിലൂടെയാണ്. പക്ഷേ ഈ ധ്യാനാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഏകാഗ്രതയോടെ ഇരിക്കുക എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സ് പല രീതിയിലാണ് അത് വ്യാപരിക്കുന്നത്. പ്രത്യേകിച്ച് ശവാസനം പറയുമ്പോൾ എപ്പോഴും ഇൻസ്ട്രക്ടർ പറയും റിലാക്സ് ചെയ്യൂ, ഒന്നിലും ശ്രദ്ധിക്കാതെ ഇരിക്കൂ എന്ന് പറയുമ്പോഴായിരിക്കും അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലൂടെ വരുന്നൊരവസ്ഥ. ഇങ്ങനെ അത്തരത്തിലുള്ള അതിൽ നിന്ന് കേന്ദ്രീകരിച്ച് അതിനൊരു ആ ഒരു ശരിയായ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? പലപ്പോഴും ധ്യാനത്തെക്കുറിച്ച് പറയുന്നത്, ധ്യാനം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണെന്നാണ്. പക്ഷേ കോൺസെൻട്രേഷൻ അല്ല ധ്യാനം, ഡീകോൺസെൻട്രേഷൻ ആണ് ധ്യാനം. കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടിരിക്കലാണ് ധ്യാനം. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു എഫേർട്ടിൻ്റെ ആവശ്യമാണ്. മനസ്സിന് എത്രത്തോളം നമ്മൾ എഫേർട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം മനസ്സിന് വിശ്രമം കിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങണം, പക്ഷേ ചിന്തകൾ വരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ കൂടുതൽ ശക്തമായിട്ടേ വരുള്ളൂ. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സിംപ്ലി ഡൂയിങ് നത്തിങ്, ഒന്നും ചെയ്യാണ്ടിരിക്കലാണ് ധ്യാനം. പിന്നെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് ചിന്തകൾ വരിക എന്നുള്ളത് മനസ്സിൻ്റെ ജോലിയാണ്. ഇപ്പോൾ
നമ്മൾ ചിന്തകൾ വരുമ്പോൾ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നമ്മുടെ ഒരു കുഴപ്പം, നമ്മൾ നല്ല ചിന്തകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ യാത്ര ചെയ്യും, മോശം ചിന്തകൾ വരുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് എഫേർട്ട്. പക്ഷേ ധ്യാനത്തിൽ യാതൊരുവിധ എന്താ പറയുക, നമ്മൾ തടസ്സങ്ങളുമില്ലാതെ, നമ്മൾ വലിയൊരു എഫേർട്ട് കൊടുക്കാതെ, നമുക്ക് ശ്രമം വേണം, പരിശ്രമം വേണം, എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യണം എന്നുള്ള ആ ഒരു പരിശ്രമം ആവശ്യമാണ്. പക്ഷേ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ യാതൊരു പരിശ്രമത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കണ്ണടച്ചിരിക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ചിന്തകളുടെ അളവിനെ കുറയ്ക്കാം. കാരണം ശ്വാസം വളരെയധികം നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ഒന്നാണ് ശ്വാസം. നമ്മൾ ജീവിതത്തിൽ ആദ്യം ചെയ്ത പ്രവൃത്തി ശ്വാസം എടുക്കലാണ്. ശ്വാസം വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ജീവിതത്തിനിടയ്ക്ക് ഈ ശ്വാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ ചിന്തകളെ ഏറ്റവും എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നത് ശ്വാസം ശ്രദ്ധിച്ച് നമ്മൾ പതുക്കെ തുടങ്ങും. അത് കഴിയുമ്പോൾ നമുക്ക് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും, ഓരോരുത്തരും അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും. പിന്നെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചിന്തകളെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ദിവസവും തിരക്ക് പിടിച്ച ജീവിതം, അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി പെട്ടെന്നൊന്ന് റിലാക്സ് ആവണം. ആ ഒരു സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും, അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അധികം സമയം എടുക്കാതെ എന്നാൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന ഏതൊക്കെ രീതി ആസനം? ഈ സമയം ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാന പരാതിയാണ്. പക്ഷേ സൂര്യൻ 24 മണിക്കൂറും വർഷങ്ങളായിട്ട് അതുപോലെ തന്നെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും ഉപകരണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എല്ലായിടത്തും എത്താൻ സാധിക്കുന്നുണ്ട് എളുപ്പം. പക്ഷെ എന്നിട്ട് നമ്മൾ സമയം കണ്ടെത്താനായിട്ടുള്ള ആ ഒരു പരാതി എല്ലാവരും പറയുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ സമയം കണ്ടെത്തും. ബാക്കിയുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തും. എന്തുകൊണ്ട് നമുക്ക് ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുക്കാൻ നമുക്ക് സമയം കണ്ടെത്തിക്കൂടാ? അപ്പോൾ ഒരു അരമണിക്കൂർ, കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി കൊടുക്കാൻ സാധിച്ചാൽ അത് തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഈ യോഗയിൽ ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള യോഗയുണ്ട്. ചില യോഗയിൽ പറയുന്നത് വളരെ സാവധാനത്തിൽ ഉള്ള ഒരു യോഗാഭ്യാസത്തിലൂടെ അങ്ങനെ ചെയ്യണം. പക്ഷെ ചില യോഗ വളരെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ള ചില യോഗ രീതികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഏത് രീതിയിലാണ്, അതിൽ ഏതാണ് കൂടുതൽ ബെറ്റർ ആയിരിക്കുന്നത്, ഏതായിരിക്കും? അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഒരു ഹെൽത്തിനനുസരിച്ചാണോ അത്തരത്തിൽ അത് പ്രാവർത്തികമാകും? ഉറപ്പായിട്ടും പല യോഗ രീതികളുണ്ട്, പല രീതികളിലുള്ള എന്താ പറയുക പരിശീലിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ യോഗ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ ബഹുമാനിച്ചുകൊണ്ട് വേണം ചെയ്യാൻ, അവനവൻ്റെ ശരീരത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. യോഗ ഡസൻ മീൻ ദാറ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂപ്പർ ഫ്ലെക്സിബിലിറ്റി അല്ല. അപ്പോൾ വണ്ണുള്ള ആൾക്കും ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് 90 വയസ്സ് വരെ, ഇഫ് യു ക്യാൻ ഏബിൾ ടു ബ്രീത്ത്, ഇഫ് യു ക്യാൻ ഏബിൾ ടു വാക്ക്, നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ശ്വാസം എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഏത് ഏജിൽ വേണമെങ്കിലും യോഗ അഭ്യസിക്കാം. പിന്നെ നമ്മൾ എല്ലാവരുടെയും ധാരണ യോഗ നമ്മൾ പഠിക്കുകയാണെന്നാണ്. പക്ഷേ യോഗ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും യോഗ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോഗ നമ്മൾ ഒരിക്കലും ആദ്യമായിട്ട് പഠിക്കുകയല്ല. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കമിഴ്ന്നിട്ട് കൈകുത്തിയിട്ട് നെഞ്ചുയർത്തും. ഇത് ഭുജംഗാസനം എന്ന് പറയും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കുട്ടികളും, നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലർ പറയാം ഞാൻ ചെയ്തിട്ടില്ല, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. വി ഷേപ്പിൽ നിൽക്കും, തലകുത്തി നിന്നിട്ട്. എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ ഇങ്ങനെ നോക്കണ കാണാം. വി ഹാവ് ഡൺ ദാറ്റ്. പിന്നെ കാലിൻ്റെ തള്ളവിരൽ വായിലേക്ക് കൊണ്ടുവരും. ഇത് പവനമുക്താസനത്തിൻ്റെ തന്നെ ഒരു വേർഷനാണ്. പിന്നെ വി മൈഡ് ഹാവ് സീൻ ചെറിയ കുട്ടികൾ ഇങ്ങനെ പിടിച്ച് കിടക്കും, ഇങ്ങനെ പിടിച്ച് കിടക്കും, ഇങ്ങനെ. ഇതെല്ലാം ഓരോ മുദ്രാസാണ്. അപ്പോൾ ശരീരം ഇത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷെ നമ്മൾ വളർന്നപ്പോൾ നമ്മൾ പിന്നെ ശരീരത്തിനും മനസ്സിനും വേണ്ടി സമയം കിട്ടാതെയായി. നമ്മളെ ജീവിത രീതികൾ മാറി, നമ്മൾ നിലത്തിരിക്കാണ്ടായി. ഇപ്പം ഞാൻ പറയാറുണ്ട്, ചില ആളുകൾക്ക് സുഖാസനത്തിൽ ഇരിക്കാൻ പോലും ഒരു സുഖമില്ല, മുട്ടുവേദനയാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി മാറിയപ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. ശാരീരികമായിട്ടുള്ള വേദനകൾ, പിന്നെ പിരിമുറുക്കം, ഇതൊക്കെ കൂടാൻ തുടങ്ങിയത്. അപ്പോൾ യോഗ
ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. എല്ലാത്തിനും എല്ലാ മേഖലകളെയും നമുക്ക് ഗുണം കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഒരു സഹജമായ അവസ്ഥയാണ്. ഇതിനൊരു വ്യായാമമായിട്ട് മാത്രം ഒതുക്കരുത്. കാരണം ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് തുടരുക മാത്രമേ വേണ്ടൂ. അത്രേ ഉള്ളൂ. അതോടൊപ്പം യോഗ ഇപ്പോൾ അഭ്യസിക്കുക എന്ന് പറയുന്ന കുട്ടികൾ മുതലേ ചെയ്യുകയാണെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ കൂടി എത്ര വയസ്സ് മുതൽ ഇതിലേക്ക് കുട്ടികളെ യോഗ അല്ലെങ്കിൽ അഭ്യസിപ്പിക്കാനുള്ള ഒരു അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രായമുണ്ട്? അതായത് ഒരു 8 വയസ്സ് വരെയുള്ള കുട്ടികൾ അവർ ദിവസം ചെയ്യുന്ന പ്രവൃത്തികൾ ഇതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ 2 വയസ്സ് 3 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ടി വിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും മുമ്പിലേക്ക് വരുന്നതുകൊണ്ട് അവർ കൂടുതൽ അതിൻ്റെ മുമ്പിലേക്കാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ വരുന്നത്. എന്നാലും 8 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് സഹജമായി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ 8 വയസ്സ് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും യോഗ അഭ്യസിക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. കുറച്ച് നോർത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ LKG തൊട്ടുള്ള കുട്ടികൾ അവരുടെ ഒരു പാർട്ടായിട്ട് ക്ലാസ്സിൽ ഒഴിവ് സമയങ്ങളിൽ അവരെ യോഗ അഭ്യസിപ്പിക്കുന്നുണ്ട്. അവിടെ ഇവിടെയുമുണ്ട് ചില സ്കൂളുകളിൽ. ഞാൻ തന്നെ ചില സ്കൂളുകളിൽ ട്രെയിനിങ്ങിന് പോകാറുണ്ട്, സ്കൂളുകളിലും കോളേജുകളിലൊക്കെ. LKG മുതലുള്ള കുട്ടികൾക്ക് അവർക്ക് രസകരമായ രീതിയിൽ യോഗ ചെയ്യിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇത് പല സ്ഥലങ്ങളിൽ ഓൾറെഡി തുടങ്ങി, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങി. നമ്മളത് തിരിച്ചറിയാൻ വൈകിയെന്നുള്ളതാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത് അസുഖങ്ങളെയാണ്. നമ്മൾ ഈ അസുഖങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഇനി ആരോഗ്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് കൂടുതൽ വേണ്ടത് ആശുപത്രികളല്ല. ആളുകൾ എത്ര സമയം വേണമെങ്കിലും ആശുപത്രികളിൽ ചെലവഴിക്കാൻ തയ്യാറാണ്. 1 മാസമോ 2 മാസമോ എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കും. പക്ഷേ അതിനു മുമ്പ് ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇത് കൊണ്ടുവരികയാണെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എത്രയോ യുവാക്കൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നു. അവർക്ക് ഒരു ശരിയായ ദിശ, ശരിയായ ഒരു മാർഗം കാണിക്കാൻ യോഗ കൊണ്ട് സാധിക്കും. എത്രയോ ചെറുപ്പക്കാർ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൽ വന്നിട്ട് അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ വിധത്തിലായിരിക്കും എൻ്റെ ജീവിതം പോവുക. അപ്പോൾ ആ 15 വർഷം മുമ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു മാറ്റം, അതുകൊണ്ടാണ് ഇത് തന്നെ ഒരു പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സേവനവും കൂടെയാണത്. അതോടൊപ്പം തന്നെ ഏതൊക്കെ അവസ്ഥകളിലാണ് യോഗ, ചില അസുഖമുള്ളവർ യോഗ ചെയ്യാൻ പാടില്ല അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടു, അല്ലെങ്കിൽ ചില പ്രത്യേക ആസനങ്ങൾ അവർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചില അസുഖമുള്ളവർക്ക് അങ്ങനെ ചെയ്യാതിരിക്കേണ്ടതായ ഒരു അങ്ങനെ ഉണ്ട്. ചില അതാ പറഞ്ഞ ശരീരത്തിൻ്റെ പരിമിതികൾക്കനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റായികയില്ല. അതായത് ശ്വാസം എടുക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ. അപ്പോൾ ഒന്നും എനിക്ക് ശാരീരികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാണായാമം ചെയ്യാം, ധ്യാനം ചെയ്യാം. പിന്നെ ചില അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഏതൊക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു യോഗ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യോഗ പരിശീലനത്തിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ യോഗ അഭ്യസിക്കുമ്പോൾ മാംസാഹാരങ്ങൾ പൊതുവെ ഒഴിവാക്കാറുണ്ട്. പിന്നെ പലരും യോഗ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഇത് മാംസാഹാരം കാണുന്നതേ അവർക്കൊരു വെറുപ്പുള്ള രീതിയിൽ വരാറുണ്ട്. അത് പാടെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ യോഗയിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, അങ്ങനെ ഒരു കർശന ഒരു നിർദ്ദേശമുണ്ടോ യോഗയിൽ? നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ശരീരഘടന വെജിറ്റേറിയൻ ഡയറ്റിനുള്ളതാണ്. പിന്നെ ഓരോ പ്രദേശത്തിനനുസരിച്ച്, ഓരോ ദേശങ്ങൾക്കനുസരിച്ച് ഭക്ഷണ രീതികളിൽ മാറ്റം വരും. പിന്നെ ഭാരതത്തിൽ കൂടുതലും നമ്മൾ ഒരു വെജിറ്റേറിയൻ സംസ്കാരമായിരുന്നു. പക്ഷേ നമുക്ക് തിരഞ്ഞെടുക്കാം. യോഗ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കൂടുതലും കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ യോഗ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ കാലി ആയിട്ടുള്ള നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ. പക്ഷേ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് മോർ ദാൻ 72 hours. ഈ മീറ്റ് പ്രോട്ടീൻ ദഹിക്കണം എന്നുണ്ടെങ്കിൽ 72 മണിക്കൂറോളം എടുക്കും. അപ്പോൾ അത് അത്രയും ഇതുകൊണ്ടാണ് കൂടുതലും വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ. ഇറ്റ്സ് അപ് ടു ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികൾക്കും അനുസൃതമാണ്. അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ വെജിറ്റേറിയൻ ഡയറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതലും അനുയോജ്യമായിട്ടുള്ളത്.
അതുകൊണ്ട് യോഗ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ രീതികൾ മാറ്റണം. പക്ഷെ ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കണം. കാരണം ഭക്ഷണം നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഭക്ഷണമാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത്. അപ്പോൾ അതൊരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണ്ട് ഞാൻ കുറച്ച് മുന്നേ തൊട്ട് യോഗ എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരം, ഈ ഒരു സമയമാണ് ഇതിന് ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഇത് സജീവമായതോടുകൂടി ഏത് സമയത്തും യോഗ ചെയ്യാം, അങ്ങനെ ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ ഏത് സമയത്തും ചെയ്യാവുന്ന ഒന്നാണ് യോഗ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം റെസ്റ്റ് എടുത്താൽ യോഗ ചെയ്യാമെന്നാണോ, അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു സമയത്താണോ കൂടുതൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്? പഠിക്കാനായിട്ട് നമുക്ക് ഏത് സമയം വേണമെങ്കിലും ചൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഷിഫ്റ്റ് ജോലിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെയോ ചിലപ്പോൾ വൈകിട്ടോ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഡേ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ യോഗ പഠിക്കുമ്പോഴായാലും നമ്മളൊരു ഭക്ഷണം കഴിച്ചൊരു 2 മണിക്കൂർ ഗ്യാപ്പ് വേണം. പിന്നെ ആ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ സമയത്തിനനുസരിച്ച് രാവിലെയോ വൈകിട്ടോ വേണമെങ്കിൽ ഡേ ടൈമിലോ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കണം അത് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ക്യാപ്സ്യൂൾ യോഗ എന്ന് പറഞ്ഞ് വളരെ ഷോർട്ടായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇത് ഫലവത്താണോ? അത്തരത്തിൽ നമ്മളതൊരു ശാസ്ത്രീയമായി പഠിക്കാതെയുള്ള ഒരു ക്യാപ്സ്യൂൾ യോഗ എന്ന് പറഞ്ഞ് ഇപ്പം പത്രങ്ങളിൽ വരാറുണ്ട്, പോസ്റ്റേഴ്സ് കാണിക്കാറുണ്ട്, ടി വിയിലാണെങ്കിലൊക്കെ വരാറുണ്ട്. അത് എത്രത്തോളം നല്ലതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് 5 days പ്രോഗ്രാമാണ്. അപ്പോൾ യാത്ര, ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രോഗ്രാംസ്, ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഫാക്കൽറ്റിയാണ്, അറിയാമല്ലോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ 5 ദിവസത്തെ പ്രോഗ്രാമായിട്ട് 6 ദിവസത്തെ പ്രോഗ്രാമുകളായിട്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, പണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ കാലമായിരുന്നു. അപ്പോൾ 90 വയസ്സൊരു ആയുസുണ്ട്, 5 ദിവസം പോയാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ബീറ്റ പറഞ്ഞു സമയമില്ല. അപ്പോൾ പിന്നെ ഈ 5 ദിവസം 30 ദിവസം അല്ലെങ്കിൽ 3 മാസം, എന്താ പറയുക, 4 മാസം ഒന്നും പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇത് 2020യുടെ കാലമാണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എവിടെ നിന്ന് പഠിക്കാൻ പറ്റുമോ പഠിക്കുക. പക്ഷെ പഠിച്ച് നമ്മൾ അതിൻ്റെ താല്പര്യം വരുമ്പോൾ, അതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി യു വിൽ പ്ലേ ടെസ്റ്റ് ക്രിക്കറ്റ്. കുറച്ച് കഴിയുമ്പോൾ യോഗയിൽ ആഴത്തിൽ പോകണമെന്ന് തോന്നും. നമ്മുടെ ആ ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് 5 ദിവസത്തല്ല, ഒരു ദിവസം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് എടുത്തായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ അവർ പറഞ്ഞു ഇത് കുറച്ച് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നണു. അപ്പോൾ പഠിക്കാൻ അധികം നാൾ വേണമെന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തി കൂടുതൽ പഠിക്കുക. എന്നിരുന്നാലും ആദ്യമായി ചെയ്യുമ്പോൾ കുറച്ച് അത് കറക്റ്റ് ശാസ്ത്രീയമായി ഒന്ന് പഠിച്ച് ചെയ്യുന്നത് തന്നെയല്ലേ എപ്പോഴും? ഉറപ്പായിട്ടും അതിൻ്റെ പരിശീലനം നേടിയ ആളിൽ നിന്ന് തന്നെ വേണം പഠിക്കാൻ. പിന്നെ എന്നെ സംബന്ധിച്ച് 35 വർഷം കൊണ്ട് 170-ലേറെ രാജ്യങ്ങളിൽ എത്തിയ ഒരു സംഘടനയിലാണ്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വേൾഡ് യോഗ ഡേ ആയിട്ട് പ്രഖ്യാപിച്ച ഈ ദിവസം, ഒരു 2010 തന്നെ ഈ ദിവസം വേണമെന്നുള്ളത് ഹിസ് ഹോളിനെസ് ശ്രീ രവിശങ്കർജി പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒരു 35 വർഷം കൊണ്ട് ഇത്രയും രാജ്യങ്ങളിൽ യോഗ വ്യാപിച്ചതിൻ്റെ ഫലമായാണ് UN-ൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ അത്രയും രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തത്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി അതിൻ്റെ ഗുണം. അപ്പോൾ ഓരോ മീറ്റിങ്ങിലും അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോഴും ഇന്ത്യയുടെ ആ സംഭാവന, ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് യോഗ, ആ സന്ദേശം എത്തിക്കുകയായിരുന്നു. ഇറ്റ് ഹാസ് റീച്ച്. അതുകൊണ്ടാണ് യുനാനിമസ്ലി അത് UN-ൽ അത് ഇങ്ങനെ ഒരു ദിവസം ഡിക്ലെയർ ചെയ്യാനും തയ്യാറായത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു. ഇപ്പോൾ അതിൻ്റെ റിവ്യൂസാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാം അതുതന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയല്ലേ? വലിയൊരു തരംഗമായി മാറി. ഇപ്പോൾ ഞാൻ ഇന്നലെ എറണാകുളത്ത് MG റോഡിലൂടെ പോകുമ്പോൾ കുറച്ച് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ യോഗ ചെയ്യണം. അപ്പോൾ ഒരു കുട്ടി ഇത്തിരി വണ്ണമുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറയണം, യോഗ ചെയ്തൊന്ന് വണ്ണം കുറയ്ക്കണം, എന്തായാലും സ്കൂളിൽ യോഗ വരികയാണ്. അപ്പോൾ കുട്ടികൾ വളരെ ഉത്സാഹത്തിലാണ്. ഇപ്പോൾ യോഗ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു പേടിയുണ്ട്. അതായത്, അയ്യോ എൻ്റെ കാല് വളച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നെ എൻ്റെ ശരീരം ഒട്ടി ഞാൻ ആകെ ക്ഷീണിച്ച പോലെ ആവുമല്ലോ. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യോഗ നമുക്ക് കൂടുതൽ ഗുണമേ ചെയ്യുള്ളൂ. ചില ആളുകൾ വരാത്തതുകൊണ്ട് എനിക്കിങ്ങനെ കാല് വളയ്ക്കാൻ പറ്റില്ല, കൈ വളയ്ക്കാൻ പറ്റില്ല. വേണ്ട, നമ്മുടെ ശരീരത്തിന് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനൊരു ദിനം വന്നപ്പോൾ ലോകം ശ്രദ്ധിച്ചു.
കൂടാതെ ഇതൊരു വലിയൊരു തരംഗമായി മാറി. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ ഒരു പ്രോഗ്രാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നത്, ജൂൺ 13 പ്രോഗ്രാം നടത്തി. ദ സൺ നെവർ സെറ്റ്സ് ഓൺ യോഗ എന്ന് പറഞ്ഞിട്ട് സൂര്യനെ പിന്തുടർന്ന് 5 ഭൂഖണ്ഡങ്ങളിലൂടെ ഒരു പ്രോഗ്രാം. എല്ലാവരും രാവിലെ ആ സമയത്ത് യോഗ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ജൂൺ 13 നടത്തുകയുണ്ടായി. 100 നഗരങ്ങൾ അതിൽ പങ്കെടുത്തു. എൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. ശ്രീ രാജഗോപാലകൃഷ്ണൻ, സാധാരണ രീതിയിൽ വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല എക്സസൈസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് അത് കണ്ടിന്യൂസ് ആയി ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം കിട്ടാറുള്ളൂ എന്ന്. ഇടയ്ക്ക് നിർത്തിയാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു വിപരീത ഫലം ഉണ്ടാകുമെന്ന്. ഈ യോഗയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും വിപരീത ഫലങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നുണ്ടോ? ഈ വിപരീത ഫലങ്ങൾ ഒന്നൊന്നുമില്ല. പക്ഷെ ശരീരത്തിന് കൊടുക്കേണ്ട സമയം ശരീരത്തിന് കൊടുത്തേ മതിയാവും. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് യോഗയുടെ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഡാൻസ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രാക്ടീസ് ചെയ്താലേ നല്ലൊരു ഡാൻസുകാരനോ ഡാൻസുകാരിയോ ആവുള്ളൂ. സംഗീതം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, സംഗീതം പ്രാക്ടീസ് ചെയ്താലേ അതിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റില്ല. ഏത് കാര്യവും പഠിച്ചതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേഷൻ ശേഖരിച്ചുകൊണ്ട് മാത്രമോ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടില്ല. അപ്പോൾ ദിവസവും കുറച്ച് സമയം അതിന് നീക്കി വെച്ചേ മതിയാവും. അപ്പോൾ ഇനി നമ്മുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നീട്ടിവെക്കും, മോശം കാര്യങ്ങൾ ഉടനെ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനസ്സിനും ശരീരത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുടങ്ങിയാൽ നമ്മൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഡിസംബർ കഴിയട്ടെ, ജാനുവരി 1 മുതൽ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിവെക്കും. ഇപ്പോൾ മുടങ്ങി, ഒരു 2 ദിവസം മുടങ്ങി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, അടുത്ത ദിവസം തുടങ്ങാം. അതുപോലെ ഇപ്പോൾ യോഗ പരിശീലനത്തിനിടയിൽ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട് ജൂൺ 21 ബന്ധപ്പെട്ട്. ആ കോൺട്രവേഴ്സിയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ യോഗയുടെ ഒറിജിൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ ധാരാളമായി നടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഈ യോഗയുടെ ഒറിജിൻ ഭാരതത്തിൽ നിന്ന് തന്നെയാണ്. അതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതായത് 6000 വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ചില സ്ക്രിപ്റ്റേഴ്സിൽ 10000 വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നു. എന്തായാലും 6000 വർഷം പഴക്കമുള്ള ഈ ഒരു ജ്ഞാനം ഇത്രയും വർഷമായിട്ട് അതിൻ്റെ ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിനിയും കുറേ നാളല്ല, മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ പ്രാധാന്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു കുട്ടിയായിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും യോഗയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ജീവിക്കുന്ന എല്ലാ വ്യക്തികളും, വെദർ ഇറ്റ് ഈസ് എ ഹിന്ദു ഓർ ക്രിസ്ത്യൻ ഓർ മുസ്ലിം, അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനോ ജപ്പാൻകാരനോ അല്ല, അവരെല്ലാം ഈ പ്രവൃത്തിയിലൂടെ വന്നിട്ടുള്ളവരാണ്. അപ്പോൾ പിന്നെ ജ്ഞാനം എന്ന് പറയുന്നത് ഇത് ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പിസ്സ കഴിക്കാൻ ഇറ്റലിക്കാരനാവണമെന്നില്ല, ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ചൈനീസ് ഫുഡ് കഴിക്കാൻ ചൈനക്കാരനാവേണ്ട ആവശ്യമില്ല. ഇനി ചൈനീസ് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ചൈനക്കാരനായി മാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും. ഭക്ഷണവും ഫാഷനും എല്ലാം നമ്മൾ സ്വീകരിക്കും. പക്ഷേ അറിവ് എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ? പക്ഷേ ലോകം മുഴുവൻ അത് സ്വീകരിച്ചു തുടങ്ങി. ഭാരതം ഏറ്റവും നൽകിയ വലിയൊരു സംഭാവനയാണ് യോഗയും ആയുർവേദവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടത്തിയായിരുന്നു. 5500 വെജിറ്റേറിയൻ വെറൈറ്റീസ്. അത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വന്നിട്ടുമുണ്ട്. അതിൻ്റെ 5500-ലേറെ ഇന്ത്യൻ, നോക്കിയ ഒരു എത്ര വർഷം എടുത്താലാണ് അത് കഴിച്ചു തീരുക. അപ്പോൾ ഇന്ത്യയുടെ ഫുഡ് കൾച്ചർ, ഇന്ത്യയുടെ സംസ്കാരം, ഇതൊക്കെ ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് യോഗ. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി ആദ്യത്തെ ഒരു നിർദ്ദേശം യോഗയ്ക്ക് കൊടുക്കാൻ UN വെച്ചത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ വിദേശികൾ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകുന്നത്. ഇപ്പോൾ പലപ്പോഴും യോഗയുടെ കാര്യമാണെങ്കിലും ആയുർവേദം, അവരിവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നു, ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കുന്നു, അപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ലേ? അത് മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയല്ലോ. ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും തന്നെ ആദ്യത്തെ ക്ലാസ് കേരളത്തിലെടുത്തത് ഒരു വിദേശിയാണ്. പിന്നീടാണ് നമ്മുടെ ആളുകൾ ഇതിൻ്റെ ഗുണം മനസ്സിലായത്. ഇപ്പോൾ യോഗയും വിദേശീയരാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കാരണം നമുക്കറിയാം, ടെക്നോളജി നമ്മുടെ രാജ്യത്ത് വരുന്നതിനേക്കാളും കൂടുതൽ മുമ്പേ അവിടെ വരണം. അവർ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ അങ്ങേയറ്റം പോയി ഇതൊന്നും കൊണ്ടല്ല നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നത്. ഇത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളാണ്. സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള വേറെ വഴികൾ അന്വേഷിച്ച് അവർ എത്തുന്നത് ഭാരതത്തിലേക്കാണ്. കാരണം ഇവിടെയാണ്
ശരിയായ മനസ്സമാധാനത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം എല്ലാ മതങ്ങളും വന്നിട്ടുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തിൻ്റെ ആ ഒരു എന്താ പറയുക പ്രവാചകർ ഇപ്പോൾ ആരെടുത്താലും, ഇപ്പോൾ യേശുക്രിസ്തു ആയാലും മുഹമ്മദ് നബി ആയാലും ബുദ്ധനായാലും ഇവരെല്ലാം ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവരെ പിന്തുടരുന്നവർക്ക് ആ ധ്യാനത്തിൽ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാക്ടീസസും ആ ധ്യാനാവസ്ഥയിലേക്ക് എത്തിക്കലാണ്. അപ്പോൾ യോഗ പല രീതികളിൽ പല വഴികളിലൂടെ പലരും ചെയ്യുന്നുണ്ട് ഓൾറെഡി. അതോടൊപ്പം തന്നെ നാളെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ആർട്ട് ഓഫ് ലിവിങ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജൂൺ 13 ഒരു വലിയ പ്രോഗ്രാം നടത്തി. ഒരു 2-3 വർഷമായിട്ട് യോഗത്തോൺ ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഓൾ ഇന്ത്യയിൽ ഓൾ വേൾഡിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 170 രാജ്യങ്ങളിൽ, കേരളത്തിൽ 300ഓളം സെൻറ്ററുകളിൽ ആ ദിവസം യോഗാ ദിനാചരണം നടത്തുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, ജയിലുകൾ, പിന്നെ കമ്പനികൾ, ഇപ്പോൾ വൻ ഡിമാൻഡായിട്ടുണ്ട്. ഇപ്പോൾ യോഗ ട്രെയിനേഴ്സിന് തന്നെ വലിയൊരു ഡിമാൻഡായിട്ടുണ്ട്. പല ഓർഗനൈസേഷൻസും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു ദിവസം രാവിലെ 7 മണിക്ക് എല്ലായിടത്തും ഇത്രയും ട്രെയിനേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ആ ദിവസം മുഴുവനായിട്ട് ഇപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു 7 മണിക്ക് ഇന്ത്യയിൽ മുഴുവനുള്ള, ലോകം മുഴുവനുള്ള ആളുകൾ കുറച്ചു നേരം ധ്യാനിക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം ഭയങ്കരമായിരിക്കും. എല്ലാവരും ഒരേ കാര്യത്തിന് വേണ്ടി ഒത്തുചേരുന്ന ഒരു വലിയൊരു ദിവസമായി മാറിയിരിക്കുകയാണ് ഈ യോഗ ഡേ. ആർട്ട് ഓഫ് ലിവിങ് ഒരുപാട് കാര്യങ്ങൾ ആ ദിവസം ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിലും. ഇനി കൊച്ചിയിൽ ആ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇപ്പോൾ നമ്മുടെ സൗത്ത് റെയിൽവേയിൽ, സദേൺ റെയിൽവേയിലുണ്ട്, സദേൺ നേവൽ കമാൻഡിൻ്റെ അവിടെ ഉണ്ട് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ എറണാകുളം TDM ഹാളിൽ ഫ്രീ യോഗ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റു പല സംഘടനകളും പല സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ സ്കൂൾസിൽ, ഒത്തിരി സ്കൂൾസിൽ ഈ യോഗയുടെ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒരു 2-3 സ്ഥലത്ത് പോകുന്നുണ്ട് ആ ദിവസം. ഞാനിപ്പം ഇത്രയും പ്രചാരം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ പലപ്പോഴും ഈ യോഗ ഇത്രയും ആളുകൾ കൂടി വരുമ്പോൾ തന്നെ ഇതിലും ചില തട്ടിപ്പുകൾ അല്ലേ അങ്ങനെ ഉണ്ടാവാറില്ല? അതൊരു കറക്റ്റ് ട്രെയിനിങ് ഇല്ലാത്ത ഒരാൾ പഠിപ്പിക്കുന്നു, അത്തരത്തിലുള്ള അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറ്? അത് ഏത് മേഖലയിലും ഉണ്ടാവാം. നമ്മൾ അതിപ്പോൾ ഡോക്ടർമാരുടെ ഇടയിൽ ഉണ്ടാവും വ്യാജന്മാരായിട്ടുള്ള ആളുകൾ. നമ്മൾ അതിലേക്ക് നോക്കണ്ട. ഇപ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ജ്ഞാനമാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിലുള്ള ആളുടെ അടുത്തേക്ക് എത്തുള്ളൂ. ഒരിക്കലും ഒരു തെറ്റായ അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏത് മേഖലകളിലും, ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും പ്രൊഫഷണൽ മേഖലകളായാലും എല്ലാ മേഖലകളിലും അറിവില്ലായ്മ കൊണ്ടാണ് കേട്ടോ. അറിവില്ലായ്മ കൊണ്ട് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് എന്നാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ യോഗാഭ്യാസം അത്യാവശ്യം യങ് ജനറേഷൻ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ജോലി, അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ എല്ലാത്തിലും വളരെ ബിസിയാണ്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിലൊന്ന് റിലാക്സ് ആവാൻ ഏതെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ആസനങ്ങളോ അങ്ങനത്തെ സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഇപ്പോൾ പ്രൊഫഷണൽ യോഗ എന്ന് തന്നെ വേണമെങ്കിൽ, ഇപ്പോൾ കസേരയിലിരുന്ന് വേണമെങ്കിൽ യോഗ ചെയ്യാം. നമുക്കൊരു ധാരണയുണ്ട്, മാറ്റ് വിരിച്ച് ഇപ്പോൾ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് പതുക്കെ ഒന്ന് കഴുത്ത് തിരിക്കുക. നമ്മളെപ്പോഴും എന്താ ചെയ്യുക, ആരെങ്കിലും പുറകിൽ നിന്ന് വിളിച്ചാൽ കറങ്ങുന്ന കസേരയാണ്, കസേര തിരിയും, നമ്മൾ തിരിയാറില്ല. അപ്പോൾ കസേരയിൽ ഇരുന്നുകൊണ്ട് വ്യായാമം ചെയ്യാം. ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ മുമ്പിലേക്ക് ബെൻഡ് ചെയ്യുക, ഇടയ്ക്ക് വയറ് കാലിയാണെങ്കിൽ കുറച്ച് ശ്വാസം എടുക്കുക, കുറച്ച് പ്രാണായാമങ്ങൾ ചെയ്യാം. പലപ്പോഴും നമുക്ക് യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അയ്യോ ഞാനെങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാണായാമം ചെയ്യുക, അതൊരു മോശം കാര്യം പോലെ അതാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് വേണമെങ്കിൽ കൈയൊടിഞ്ഞ് കിടക്കാനും മൂക്കിൽ ട്യൂബിട്ട് കിടക്കാനും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് വലിയ മടിയും തടസ്സങ്ങളുമാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഒരു കാര്യം പറയാം, ഇനിയുള്ളൊരു കാലഘട്ടം യോഗ ഒരു പാഷനും ഫാഷനുമായി വരാൻ പോവാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ പല യുവജനങ്ങളും, ഒരുപാട് യുവജനങ്ങൾ. ആർട്ട് ഓഫ് ലിവിങ്ങിൽ 60% പോപ്പുലേഷൻ യുവതി യുവാക്കളുടെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നമ്മൾ കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം നമ്മൾ എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു വലിയൊരു വിഭാഗമുണ്ട്.
വലിയൊരു വിഭാഗം യുവതി യുവാക്കൾ ഈ ഒരു മേഖലയിലൂടെ ഇങ്ങനെയുള്ള പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ, നിങ്ങൾ കസേരയിൽ ഇരുന്നുകൊണ്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്തായാലും വളരെയധികം നന്ദി സൺറൈസ് കഫേയിൽ അതിഥിയായെത്തിയതിന്. വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനൊരു യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇങ്ങനെ എൻ്റെ അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സന്ദേശം നൽകാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. താങ്ക് യു.